എമ്പുരാൻ എന്ന സിനിമ റിലീസായതോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അറിയാൻ തുടങ്ങിയതോടുകൂടി എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇല്യൂമിനാറ്റി. എന്താണ് ഈ ഇല്യൂമിനാറ്റി? ആരാണ് ഇല്യൂമിനാറ്റികൾ? പ്രബുദ്ധൻ എന്നർത്ഥം വരുന്ന ഇല്യൂമിനേറ്റ്സ് എന്ന വാക്കിൽ നിന്നാണ് ഇല്യൂമിനാറ്റി എന്ന വാക്ക് ഉണ്ടാകുന്നത്. പ്രബുദ്ധർ. യഥാർത്ഥവും സാങ്കല്പികവുമായ ഒരുപാട് ഗ്രൂപ്പുകൾക്ക് ഈ പേര് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. 1776 മെയ് 1 ബവേറിയയിലാണ് യഥാർത്ഥത്തിൽ ഇല്യൂമിനാറ്റിയുടെ ഉത്ഭവം. അന്ധവിശ്വാസം, വിജ്ഞാന വിരുദ്ധത, പൊതുജീവിതത്തിൽ മതപരമായ സ്വാധീനം, അഴിമതികൾ എന്നിവയെ എതിർക്കുന്നതിനായി സായുധ വിപ്ലവമില്ലാതെ ആശയപ്രചാരണങ്ങൾ കൊണ്ട് മറഞ്ഞിരുന്ന് ശത്രുക്കളെ നിഷ്പ്രഭരാക്കുന്ന സംഘമാണ് ഇല്യൂമിനാറ്റികൾ എന്ന് വേണമെങ്കിൽ ചുരുക്കത്തിൽ പറയാം. 1790കളിൽ കത്തോലിക്ക സഭ ഇടപെട്ട് ഇല്യൂമിനാറ്റികളെ നിരോധിക്കുന്നു. അതിനുശേഷം വരുന്ന ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഇല്യൂമിനാറ്റികളുടെ തലയിൽ അവർ അടിച്ചേൽപ്പിച്ചു. ബവേറിയയിലെ ഇൻകോസ്റ്റാൾ സർവകലാശാലയിലെ ഒരു ജർമ്മൻ പ്രൊഫസറായിരുന്ന ആദം വെക്സ്ഷോപ്റ്റാണ് ഇല്യൂമിനാറ്റി എന്ന ആശയത്തിന്റെ സ്ഥാപകൻ. താൻ ജോലി നോക്കുന്ന സർവകലാശാലയിൽ ജെസ്യൂട്ടുകൾ നടത്തിവരുന്ന അനധികൃതമായ പണമിടപാടുകൾ, ആവശ്യമില്ലാത്ത അധികാര ദുർവിനിയോഗം, അഴിമതി എന്നിവ കണ്ട് മനം മടുത്തിട്ട് സമാന ചിന്താഗതിക്കാരായ കുറെ ചെറുപ്പക്കാരെ കൂട്ടുപിടിച്ച് പ്രീ മേസൺറി എന്നറിയപ്പെട്ടിരുന്ന ഗ്രൂപ്പുകളിൽ നിന്നും കുറെ പേരെയും കൂടെ കൂട്ടി ഇല്യൂമിനാറ്റി എന്ന സംഘത്തിന് രൂപം നൽകുന്നു. മിനർവായിലെ മൂങ്ങയുടെ ചിഹ്നത്തിനെ തങ്ങളുടെ പ്രതീകമാക്കി സ്വീകരിക്കുന്നു. സംഘാംഗങ്ങൾക്കെല്ലാം അവരുടെ നാമധേയങ്ങൾ നൽകി കർശനമായ നിയമാവലികളും എഴുതിയുണ്ടാക്കി അവ പാലിക്കപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ അഴിമതികൾക്കും മതമേധാവിത്വത്തിനും എതിരെ ഇരുളിൽ മറഞ്ഞിരുന്നുകൊണ്ട് അവർ പോരാടി. കാലം പുരോഗമിച്ചു. ലോകത്ത് ഇന്നും പലയിടങ്ങളിലും ആശയപരമായും സായുധ വിപ്ലവത്താലും ഇല്യൂമിനാറ്റികൾ ഇന്നും മറഞ്ഞിരുന്നുകൊണ്ട് പോരാടിക്കൊണ്ടേയിരിക്കുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയും ഖുറേഷി അബ്രഹാമും ഒക്കെ തുറന്നു പിടിച്ച ഒറ്റക്കണ്ണുമായി പോരാട്ടത്തിനിറങ്ങുന്നു. അഴിമതിക്കാർ സൂക്ഷിക്കുക.